ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്. പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോളം. നമ്മൾ വീട്ടിലെ പച്ചരി വാങ്ങി കഴുകി പൊടിപ്പിച്ചിട്ടാണെങ്കിൽ നല്ല മൂത്ത് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരിയുടെ പാകത്തിന് അരിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അരിപ്പൊടി 1/2 കിലോ നമ്മൾ എടുത്ത് വെച്ചു. അത് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തതിൻ്റെ 2 കപ്പ് അളവ് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിലാണ് നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്നതെങ്കിൽ 2-2.5 കപ്പ് അടുത്ത് വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ 2 ബൗൾ നിറച്ച് വെള്ളം ഞാൻ വെച്ചു. അത് തിളയ്ക്കാൻ വെച്ചിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പൊടിയിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത്, വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നല്ലപോലെ വാടി കിട്ടി നമ്മൾ കുഴയ്ക്കുന്ന പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു മാർദ്ദവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നല്ലപോലെ വാട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. 2 മിനിറ്റ് കൂടി അടുപ്പ് കത്തിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കയ്യിലെടുക്കാതെ നല്ലപോലെ പൊടി വാട്ടിയെടുക്കുക. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാതെ കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് ചേർക്കണം. കൈ പൊള്ളിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. കയ്യിലൊരു ഗ്ലൗസോ മറ്റോ ഇട്ടിട്ട് തട പിടിച്ചിട്ട്, ഇങ്ങനെ തുണി തട പിടിക്കില്ലേ നമ്മൾ, അങ്ങനെ പിടിച്ചിട്ട് വേണം ഇതുപോലെ വാട്ടിയെടുക്കാൻ. വലിയ പാത്രത്തിൽ തന്നെ എപ്പോഴും നമ്മൾ വാട്ടാനായിട്ട് വെള്ളം വയ്ക്കുക. ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു പരന്ന സ്ഥലത്ത് നമ്മൾ പൊടിയെല്ലാം കൂടി വാട്ടിയെടുത്ത പൊടിയെല്ലാം കൂടി ചേർത്ത് വെച്ച് നല്ല പോലെ കുഴച്ചെടുക്കാം. കണ്ടോ, ഇത് പാകമായോ എന്ന് അറിയുന്നതിന്, നന്നായി കുഴച്ച് കിട്ടണം. നല്ല പാകം കുഴയായോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദത്തിൽ ഇങ്ങനെ ഒന്ന് പൊട്ടും ഇത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ നമ്മൾ കുഴച്ചിരിക്കുന്ന അളവ് പാകമാണെന്ന്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ എടുത്ത് ചെറിയ ഉരുളകളാക്കാൻ വേണ്ടി ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല പോലെ നമുക്കിങ്ങനെ ഉരുണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പാകത്തിന് ഉണ്ട പിടിക്കാനുള്ള പാകത്തിന് നമ്മുടെ മാവ് നനഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. കണ്ടോ, ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പത്തിരി. നമ്മളൊരു അളവിൽ ഉണ്ടകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പത്തിരി പരത്തുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടണം. ഞാനിവിടെ പ്രസ്സിലാണ് പരത്തുന്നത്. നമ്മൾ പത്തിരി പലകയിൽ വെച്ചിട്ടും നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ എളുപ്പത്തിന് പ്രസ്സിൽ വെച്ച് പരത്തുകയാണ്. ഉണ്ടകളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസ്സിൽ വെച്ച് പരത്താം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്തിരി. ഇനി ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, ആദ്യം എടുത്ത് വെച്ചില്ലായിരുന്നു പൊടി, ആ പൊടിയുടെ ഒരു പാർട്ട് ഇതിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ പത്തിരി ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിയെടുക്കുക എന്ന് പറയും ഇതിനെ. 2 ഭാഗവും പൊടിയൊന്ന് തട്ടിയ ശേഷം ഇതുപോലെ കുടഞ്ഞ് മാറ്റി മറ്റൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ആദ്യം എല്ലാം പരത്തിയെടുത്ത ശേഷം മാത്രമാണ് പത്തിരിയൊക്കെ നമ്മൾ ചുടാൻ നിൽക്കുക കേട്ടോ. ഈ ഉണ്ടകളൊക്കെ ഉണങ്ങിപ്പോകാതെ പെട്ടെന്ന് തന്നെ നമ്മൾ പരത്തിയെടുത്ത് വെക്കണം. കണ്ടോ, ഇതുപോലെ തിരിച്ചും മറിച്ചും ഡ്രൈ ആയ അരിപ്പൊടി ഒന്ന് തൊട്ട് ഇങ്ങനെ ചേർത്തിട്ട് ഒട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് തട്ടിയെടുക്കുക. അതിനുശേഷം പത്തിരിയെല്ലാം ഇതുപോലെ പരത്തി വയ്ക്കുക. നമ്മളിപ്പോൾ പത്തിരിയെല്ലാം പരത്തി വെച്ചു കേട്ടോ. കണ്ടോ, ഒരേ അളവിൽ നമുക്ക് പത്തിരിയെല്ലാം പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നൊന്നായിട്ട് ചുട്ടെടുക്കാം. പത്തിരി ചൂടാനായിട്ട് എണ്ണയൊന്നും വേണ്ട. നല്ല തവ ചൂടാക്കിയ ശേഷം അതിലേക്കാണ് നമ്മൾ പത്തിരി ഒന്നൊന്നായിട്ട് പിറക്കിയിട്ട് ചുട്ടെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒരു വലിയ തവയാണെങ്കിൽ ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഞാനിവിടെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. തവ നന്നായി ചൂടായ ശേഷം നമുക്ക് പത്തിരി ഒന്നൊന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, പത്തിരി ചുടുന്നതിനൊരു നേക്ക് ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പത്തിരി പിറക്കിയിട്ട് കൊടുത്തു, അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ രീതിയിൽ ആവി പൊങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം.
കാരണം ഇത് കൊമള പോലെ പൊങ്ങി കിട്ടണം നമുക്ക്. അങ്ങനെയെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചുടുന്ന പാകമുണ്ട്. ആ പാകം കറക്റ്റായി ചുട്ടെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലച്ചു പോവും പത്തിരി, നല്ല രീതിയിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആവി ഇങ്ങനെ പതുക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ പരന്നു തുടങ്ങുമ്പോഴേക്കും നമ്മൾ പത്തിരി എടുത്ത് തിരിച്ചിടുക. തിരിച്ചു മറിച്ച് ഒരു 3-4 പ്രാവശ്യം നമ്മൾ തിരിച്ചു മറിച്ചിടുമ്പോഴേക്കും കണ്ടോ ഇതുപോലെ കൊമള പോലെ നല്ല പൊള്ളി കിട്ടും നമുക്ക്. നന്നായിട്ട് പത്തിരി പൊള്ളി പൊങ്ങി വന്നാൽ മാത്രമാണ് അതിൻ്റെ സ്വാദ് കിട്ടുള്ളൂ. കണ്ടോ, ഈ നോമ്പ് സമയത്തൊക്കെ ഇഷ്ടംപോലെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പത്തിരി. വളരെ ലൈറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അരിപ്പൊടിയുടെ ആഹാരം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എഗ് റോസ്റ്റോ ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഒക്കെ ചേർത്ത് നമുക്ക് പത്തിരി വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. സാധാരണ ദിവസങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എൻ്റെ ഒരു മെത്തേഡ് പിടുത്തം കിട്ടിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പത്തിരിക്ക് പൊടി നനയ്ക്കുമ്പോഴുള്ള ആ ഒരു കറക്റ്റ് അളവ് വെള്ളത്തിൻ്റെ കറക്റ്റാക്കി എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് നന്നായി കുഴച്ചെടുക്കുക. ആ കുഴച്ചെടുക്കുന്ന പാകത്തിൻ്റെ അളവിൽ നമുക്ക് നന്നായിട്ട് പത്തിരി ഇതുപോലെ പൊള്ളി വരുന്ന പത്തിരിയായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ പത്തിരി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം പത്തിരി ഇങ്ങനെ കൊമളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആവി നിറയും. ആവി നിറയുന്ന സമയത്ത് നമ്മളിങ്ങനെ തിരിച്ചിടുമല്ലോ. തിരിച്ചിടുമ്പോൾ ആവി കയ്യിലേക്ക് അടിക്കാതെ ശ്രദ്ധിച്ച് വേണം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പത്തിരി ചുടേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല കമൻസ് ആയിട്ട് വരുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്. നിറഞ്ഞ സ്നേഹം മാത്രമാണ് തിരിച്ചും എല്ലാവരോടും. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.